പുരാശി നോവൽ തുടർച്ച അധ്യായം 10. എന്നാൽ റോഡിലെത്തുമ്പോൾ അകന്നു പോകുന്ന ജീപ്പ് മാത്രമാണ് കാണുവാൻ കഴിഞ്ഞത്. കല്യാണത്തിൻ്റെ തലേ ദിവസമാകയാൽ കുഞ്ഞച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ബാർബർ കുട്ടപ്പൻ്റെ ഭാര്യയാണ് ഈ രംഗങ്ങൾ കാണുവാൻ ഇടയായത്. ഓടിച്ചെന്ന് എല്ലാവരോടും വിവരം പറഞ്ഞതും അവർ തന്നെ. ലൈലയുടെ വിവാഹം ഭംഗിയായി നടന്നു. കൊട്ടിക്കയറ്റം ചെറുക്കൻ്റെ വീട്ടിലായിരുന്നു. ചെറുക്കനും പെണ്ണും യാത്ര തിരിച്ചതിന് ശേഷമാണ് ചന്തുവും കുമാറും അവിടെ നിന്നും പോയത്. യാത്ര പറയുമ്പോൾ കുഞ്ഞച്ചൻ കരഞ്ഞുപോയി. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയൊരു ഭാഗ്യമുണ്ടായത് ചന്തു കാരണമാണ്. മോനെ ദൈവം കാത്തുകൊള്ളും. മറുപടി പറയാതെ ചന്തു ചിരിച്ചതേയുള്ളൂ. ദിവസങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. പാലമുട്ടിൽ പകലുകളും രാത്രികളും ഒന്നും സംഭവിക്കാത്തതുപോലെ കടന്നുപോയി. ഡോക്ടർ ധർമ്മപ്രസാദിൻ്റെ ഹോസ്പിറ്റലിൽ ഏതാണ്ട് പരിപൂർണമായും സുഖപ്പെട്ടിരുന്നു ലിസിക്ക്. അവളുടെ ആ പുതിയ ഉണർവും ഉന്മേഷവുമെല്ലാം ചന്തുവിനെ ഏറെ ആഹ്ലാദിപ്പിച്ചു. അവർ അച്ഛൻ മുതലാളിക്ക് ഇതിൽ കൂടുതൽ സന്തോഷവും വേറെയില്ലായിരുന്നു. എന്നാൽ ചാത്തുണ്ണിയുടെ വീട്ടിൽ ചന്തുവിനെതിരെ പുതിയ ഗൂഢതന്ത്രങ്ങൾ രൂപം കൊള്ളുകയായിരുന്നു. DYSP വിജയദാസിനും ഡോക്ടർ സുധീറിനുമൊക്കെ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി. ഇത്തവണ അവന് രക്ഷപ്പെടാൻ കഴിയില്ല. സുധീർ തീർത്തു പറഞ്ഞു. നമുക്ക് ഇത്തിരി ധനനഷ്ടമുണ്ടാവുമെന്നേയുള്ളൂ. അത് സാരമില്ല, റോബിൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഒരു തലവേദന ഒഴിവാകുമല്ലോ. ആളെപ്പോൾ എത്തും? നാളെ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ. ഓക്കെ. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് ചാത്തുണ്ണിയുടെ ബംഗ്ലാവിന് മുന്നിൽ ഒരു കാറ് വന്നു നിന്നു. സിറ്റൗട്ടിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു ചന്തുണ്ണി. അയാളുടെ മുഖം തെളിഞ്ഞു. കാറിൽ നിന്നും ഇറങ്ങിയത് റോബിനും റെന്നിയുമാണ്. അവരുടെ പിന്നാലെ ആ മനുഷ്യനും തലയിൽ കാൽകുത്തി. ഏലിയാസ് ഫ്രെഡി, ബോംബെ അധോലോകങ്ങളുടെ കണ്ണിലുണ്ണി, വാടക കൊലയാളിയും. ലാൽബാഗിൽ വെച്ച് പട്ടാപ്പകൽ 4 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊന്നതാണ് ഏലിയാസിൻ്റെ തുടക്കം. ഇന്നിപ്പോൾ ഭാരതത്തിലെ ഏത് കോണിലും കൊലപാതകം നടത്തിയതിൻ്റെ കണക്കുകളെ ഫ്രെഡിക്കുള്ളൂ. ഒറ്റനോട്ടത്തിൽ അയാൾ ഒരു ക്രിമിനലാണെന്ന് ആരും പറയുകയില്ല. അതാണ് ഏലിയാസിൻ്റെ വിജയവും. ഒത്ത ഉയരവും വണ്ണവും, വെളുത്ത നിറം, ക്ലീൻ ഷേവ് ചെയ്ത മുഖം, പിന്നോട്ട് ചീക്കുന്ന കോലൻ തലമുടി, ഉറച്ച കൈകാലുകൾ. ഒരു ഹോളിവുഡ് സിനിമാ താരമാണെന്നേ അയാളെ കണ്ടാൽ ആരും പറയും. പക്ഷേ കണ്ണുകൾ ചത്ത മീനിൻ്റേതുപോലെ വെളുത്തിരിക്കുന്നു. ശീതരക്തമുള്ള കൊലയാണി. അതാണ് അയാൾ, ഏലിയാസ് ഫ്രെഡി. വരൂ. ചാത്തുണ്ണി ഏലിയാസിനെ അകത്തേക്ക് ആനയിച്ചു. തൻ്റെ ചെറിയ പെട്ടിയും തൂക്കി അയാൾ വിസിറ്റിംഗ് റൂമിൽ കടന്നു. സെറ്റിയിൽ അമർന്നിരുന്നു. ചുറ്റും നോക്കി അയാൾ. പിന്നെ കണ്ണട എടുത്തു മാറ്റി. ആ കണ്ണുകൾ കണ്ടപ്പോൾ ചാത്തുണ്ണി ഭയന്നുപോയി. ഫോൺ ശബ്ദിച്ചു. ചാത്തുണ്ണി റിസീവർ എടുത്തു. ആള് വന്നോ? മറുതലക്കൽ ഡോക്ടർ സുധീറാണ്. വന്നു, ചാത്തുണ്ണി സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഏലിയാസിന് കുടിക്കാൻ? റോബിൻ അയാളെ നോക്കി. അയാൾ തലമുടി പിന്നിലേക്ക് ഒതുക്കി. പിന്നെ പാൻറ്റിൻ്റെ കീശയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു. വെളുത്ത ഒരു തരം പൊടിയായിരുന്നു അതിനുള്ളിൽ. പൊടി അല്പം കൈവെള്ളയിലിട്ട് രുചിച്ച് നോക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളതൊക്കെ എടുത്തു വെച്ചോളൂ. നിമിഷങ്ങൾക്കകം ചാത്തുണ്ണിയുടെ ഡൈനിങ് ടേബിളിൽ വറുത്തതും പൊരിച്ചതും മുന്തിയ തരം മദ്യക്കുപ്പികളും നിരന്നു നിറഞ്ഞു കഴിഞ്ഞു. ആരോടും ഒന്നും സംസാരിക്കാതെ തന്നെ ഏലിയാസ് ഫ്രെഡി തനിക്കിഷ്ടമുള്ളത് അത്രയും തിന്നുകയും മദ്യം കഴിക്കുകയും ചെയ്തു. അത്രയും മകത്ത് ചെന്നിട്ടും അയാൾക്ക് ലക്കു കെടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അമ്പരന്നുപോയി. ഇത്തരം മനുഷ്യരുമുണ്ടോ? വീണ്ടും വിസിറ്റിംഗ് റൂമിലെത്തിയപ്പോൾ ഡോക്ടർ സുധീറിൻ്റെ കാർ മുറ്റത്തെത്തി കഴിഞ്ഞിരുന്നു. റോബിൻ അയാളെ സ്വീകരിച്ചിരുത്തി. യാത്രയൊക്കെ സുഖമായിരുന്നു ഏലിയാസെ? സുധീർ തിരക്കി. അതത്ര രസിക്കാത്ത മട്ടിൽ അയാളെ ഒന്ന് നോക്കിയിട്ട് ഏലിയാസ് പറഞ്ഞു, വിശേഷങ്ങളൊന്നും എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. കൊല്ലേൻ്റെ ആളിൻ്റെ ഫോട്ടോയും 5 ലക്ഷം രൂപയും അഡ്വാൻസ് തരും. അടുത്ത ആഴ്ച പഞ്ചാബിൽ ഒരു മദ്യമായും 2 ഭീകരന്മാരെയും വധിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക്. അവിടെ ഇരുന്നവരുടെ കള്ളു തള്ളി. എത്ര ലാഘവത്തോടെയാണ് ഇയാൾ ഒരാളെ കൊല്ലുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. റോബിൻ 5 ലക്ഷം രൂപ അടങ്ങിയ ബീഫ് കേസും റെന്നി ചന്തുവിൻ്റെ ഒരു ഫോട്ടോയും കൊണ്ടുവന്ന് ഏലിയാസിന് കൊടുത്തു. അയാൾ പെട്ടി തുറന്ന് പണം കണ്ട് തൃപ്തി അടഞ്ഞു. പിന്നെ ഫോട്ടോയിലേക്കൊന്ന് നോക്കി. ഇയാളുടെ താമസ സ്ഥലം, ജോലി, ഇവയെക്കുറിച്ചൊക്കെ ഒരേകദേശം രൂപം തരും. ചാത്തുണ്ണി തന്നെയാണ് അതൊക്കെ പറഞ്ഞത്. അവസാനം ഇത്രയും കൂടി സൂചിപ്പിച്ചു. അവൻ ഉദ്ദേശിക്കുന്നതിലും മിടുക്കനാണ്. ഏലിയാസ് സൂക്ഷിക്കണം. അയാൾ തലയിളക്കി ചാത്തുണ്ണിയുടെ മുഖത്തേക്ക് കണ്ണയച്ചു. മിസ്റ്റർ ചാത്തുണ്ണി, ഏലിയാസിനെ ആരും കൊലപാതകം പഠിപ്പിക്കണ്ട. എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. അതല്ലായിരുന്നുവെങ്കിൽ ബാംഗ്ലൂരിൽ കഴിഞ്ഞിരുന്ന എന്നെ ഇവിടേക്ക് കൊണ്ടുവരത്തില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നില്ലേ? ചാത്തുണ്ണിയുടെ മുഖം വിളറി. അയാൾ കോപം കടിച്ചമർത്തുമ്പോൾ ഏലിയാസ് തുടർന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിഫലം വാങ്ങുന്നു എന്നത് സത്യം.
പക്ഷേ എന്നെ ആരും ഭരിക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ഒരു ജോലി ഏറ്റല്ല അത് ഭംഗിയായി നിർവഹിക്കാനും എനിക്കറിയാം. ഏലിയാസ് എഴുന്നേറ്റു. ഫോട്ടോ കീശയിൽ തിരക്കി. പണമടങ്ങിയ പെട്ടിയും അയാൾ കൊണ്ടുവന്ന പെട്ടിയും 2 കൈകളിലുമായി എടുത്തു. എന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ. റെന്നിയാണ് അയാളെ ഹോട്ടൽ 6 കൊണ്ടുപോയത്. ഏതോ കള്ളപ്പേരിൽ ഏലിയാസ് അവിടെ റൂമെടുത്തു. രാത്രി 11 മണിയോടുകൂടിയാണ് അവറാച്ച മുതലാളിയും ചന്തുവും തിരികെ എത്തിയത്. മുതലാളിയുടെ പോർച്ചിൽ കാർ നിർത്തിയിട്ട് ചന്തു തൻ്റെ വാസസ്ഥലത്തേക്ക് നടന്നു. അടുത്ത ദിവസം വെളുപ്പിന് ഒരിടത്ത് പോകാനുള്ളതാണ്. അടഞ്ഞ വാതിലിന് മുന്നിൽ അയാൾ നിന്നു. കീശയിൽ നിന്നും താക്കോലെടുത്ത് തുറന്നു. പക്ഷേ താൻ മരണത്തിന് മുന്നിലാണ് നിൽക്കുന്നതെന്ന് പാവൻ ചന്തു അപ്പോഴറിഞ്ഞിരുന്നില്ല. അധ്യായം 30. ചന്തു വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. കൈനീട്ടി സ്വിച്ചിട്ട മുറിയിൽ വെളിച്ചം പരന്നതും തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് വീണതുപോലെ അയാൾ നടങ്ങി. വാതിലിന് നേരെയുള്ള സെറ്റിയിൽ തന്നെ അജാനുബാഹുവായ ഒരാൾ. കറുത്ത പാൻറ് ഷർട്ടും അതേ നിറമുള്ള ഷൂസും ഗ്ലാസുകളും. ആകെക്കൂടി ഒരു വല്ലാത്ത രൂപം. ചന്തുവിൻ്റെ കൈ കീശയിലേക്ക് താണു. ആരാണ് നിങ്ങൾ? ഏലിയാസ് ഫ്രെഡി. നിസ്സങ്കേചം അയാൾ പറഞ്ഞു. എങ്ങനെ ഇതിനുള്ളിലെത്തി? ജനാല മുറിച്ച്. എന്തിന്? നിങ്ങളെ കൊല്ലാൻ. ചന്തുവിൽ നിന്നും വീണ്ടും ഒരു നടുക്കം. പക്ഷെ അത് പുറത്തു പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾക്കെന്ത് നേട്ടം? ഒരു 10 ലക്ഷം രൂപ. വാടക കൊല്ലാണി? അതെ. പക്ഷെ എൻ്റെ തൊഴിലിനെ അവജ്ഞയോടെ വീക്ഷിക്കരുത്. ഒരിക്കലുമില്ല. ഏത് തൊഴിലിലും മാന്യതയുള്ളതാണെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ചന്തു സമനില കൈവരിച്ചു കഴിഞ്ഞിരുന്നു. എനിക്കധികം സമയമില്ല. കഴിയുന്നത് നേരത്തെ മടങ്ങണം. പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ആ മനുഷ്യൻ കുതിച്ചു ചാടി. ചന്തുവിന് കാണാനുള്ള അവസരം പോലും ലഭിച്ചില്ല. നെഞ്ചിൽ തൊഴിയേറ്റ് അയാൾ ചെന്ന് ഭിത്തിയിൽ പതിച്ചു. അവിടെ നിന്നും കറങ്ങിത്തിരിഞ്ഞ് വേഗത്തിൽ റിവോൾവർ എടുത്തെങ്കിലും ഫ്രെഡി അത് ചവിട്ടിത്തെറിപ്പിച്ചു. പിന്നെ വയറ്റിൽ തൊഴിച്ച് വീണ്ടും ഭിത്തിയിലേക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് തിരക്കി. കൂടാതെ സോക്സിൽ നിന്നും ഒരു കത്തി വലിച്ചെടുത്തു. വേദനയോടെ പുളയുകയാണ് ചന്തു. കത്തിയുടെ വാഴ്ത്തല ലൈറ്റ് വെട്ടത്തിൽ വെള്ളി പോലെ തിളങ്ങുന്നത് അതിനിടെ അയാൾ കണ്ടു. തൻ്റെ അന്ത്യം ആസന്നമായിരിക്കുന്നു. കോബ്രെ കരാട്ടെ സ്കൂളിലെ പഴയ മാസ്റ്റർ ഒരു വാടക കൊല്ലാളിയുടെ കൈകൊണ്ട് മരിക്കുക. ഏലിയാസ് ഫ്രെഡി കൈ ഉയർത്തി. അതോടൊപ്പം കത്തി തിളങ്ങുന്നു. ചന്തു തൻ്റെ ശക്തി മുഴുവൻ സംഭരിക്കുകയാണ്. ഒരു നിമിഷം അയാളുടെ മാരടം ലാക്കാക്കി കത്തി താണു വന്നതും മിന്നൽ പോലെ ഒരു പ്രയോഗം. ഏലിയാസിൻ്റെ കണ്ണു തള്ളിപ്പോയി. കത്തി താഴെ വീണു. നാഭിയിൽ കൈ അമർത്തിക്കൊണ്ട് പിന്നോട്ട് മറിഞ്ഞ അയാൾ പിന്നീട് ചലിച്ചില്ല. അത്രയ്ക്കും ശക്തമായിരുന്നു ചന്തുവിൻ്റെ തൊഴി. ഒരുപക്ഷെ ഏലിയാസ് മരിച്ചേക്കാമെന്ന് പോലും അയാൾക്ക് തോന്നാതിരുന്നില്ല. ഏലിയാസ് ഫ്രെഡി ഞരങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. മുഖത്ത് വീണ്ടും ഐസ് വെള്ളം വീണു. അയാൾ മുഖം കുടഞ്ഞ് തൻ്റെ മുന്നിൽ നിൽക്കുന്നവർ അതിനിടെ അയാൾ കണ്ടു. എണീക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. കാരണം കൈകൾ പിന്നിലേക്ക് ചേർത്ത് കസേരയിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഒരു ബക്കറ്റ് വെള്ളം ഏലിയാസിൻ്റെ ശിരസിലേക്ക് ഒഴിക്കപ്പെട്ടു. അയാൾ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. ഫ്രീസറിനുള്ളിലിരിക്കുന്ന അനുഭവമാണ്. അവറാച്ച മുതലാളിയും ചന്തുവും കുമാറുമാണ് ആ മുറിയിലുണ്ടായിരുന്നത്. അയാൾ തലയുയർത്തി അവരെ ഒന്ന് നോക്കി. നിങ്ങളുടെ നാടെവിടെയാണ്? ബാംഗ്ലൂർ. ഐ സി. അവിടെ നിന്ന് ഇത്രയും ദൂരത്തിൽ നിങ്ങൾ എന്നെ കൊല്ലുവാൻ വേണ്ടി മാത്രം വന്നതാണോ? അതെ. മറുപടി പറയുന്നതിനിടയിൽ ഏലിയാസ് ഒട്ടും പിശുക്ക് കട്ടില്ല. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്? ഒരു ചാത്തുണി. ഓഹോ. ചന്തുവിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം. മറ്റാരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നോ ചാത്തുണിയുടെ കൂടെ? ഡോക്ടർ സുധീർ. ശരി. നിങ്ങളെ കൊല്ലാനോ പോലീസിൽ ഏൽപ്പിക്കാനോ തൽക്കാലം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്കെതിരെ തിരിഞ്ഞാൽ പിന്നീട് നീ ഉണ്ടാവുമെന്നുള്ള കാര്യം മറക്കണ്ട. ചന്തു തിരിഞ്ഞ് അവറാച്ച മുതലാളിനെ നോക്കി. താങ്കളൊന്നും പറഞ്ഞില്ല. ഒക്കെ ചന്തുവിൻ്റെ ഇഷ്ടം. കുമാറെ. ചന്തു വിളിച്ചു. ഇവനെ അഴിച്ചു വിട്ടേരെ. കുമാർ അങ്ങനെ ചെയ്തു. ഹോട്ടൽ 6 അറ്റാച്ച്ഡ് ബാത്റൂമിൽ നിന്നും ചൂടുവെള്ളത്തിലൊരു കുളി കഴിഞ്ഞാണ് ഏലിയാസ് ഫ്രെഡി പുറത്തേക്ക് വന്നത്. ശരീരത്തിൽ ഇപ്പോഴും അനക്കാൻ പറ്റാത്ത വേദന. തൻ്റെ ആദ്യത്തെ പരാജയമാണിതെന്ന് അയാൾ ഓർത്തു. ചന്തു ചില്ലറക്കാരനല്ല. ചാത്തുണിയോ മറ്റോ ഇതറിഞ്ഞാൽ തൻ്റെ ഇമേജ് നഷ്ടപ്പെടുമെന്ന് അയാൾക്കറിയാം. അടുത്ത തവണ തനിക്ക് തെറ്റുപറ്റരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏലിയാസ് തൻ്റെ പെട്ടി തുറന്ന് അഴിച്ചുവെച്ചിരുന്ന ടെലസ്കോപ്പിക് ഗണ്ണിൻ്റെ ഭാഗങ്ങൾ സെറ്റ് ചെയ്യുവാൻ തുടങ്ങി. സെഷൻസ് ജഡ്ജി ആശാ മനോൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ജീപ്പ് പാഞ്ഞു വന്നു. അതിൽ കിടന്നിരുന്ന ബെൻസുകാരൻ്റെ തൊട്ടു പിന്നിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ അത് ബ്രേക്ക് ചെയ്തു. കോൺക്രീറ്റ് തറയിൽ ടയർ ഉറഞ്ഞ പാടുണ്ടായിരുന്നു. ഒപ്പം കരിഞ്ഞ മണവും. വീടിൻ്റെ മുന്നിലെ വാതിൽ തുറന്നു കിടന്നിരുന്നു. ചന്തു ഉറച്ച കാലുകളോടെ ജീപ്പിൽ നിന്നിറങ്ങി. പ്രധാന വാതിൽ കടക്കുമ്പോൾ തന്നെ കണ്ടു സെറ്റിയിൽ പത്രം വായിച്ചിരിക്കുന്ന SP വിജയദാസ്, തൻ്റെ ഡാഡി. ചന്തുവിനെ കണ്ടപ്പോൾ ആ മുഖത്ത് ഒരു ഭാവപകർച്ചയുണ്ട്. നീ? അതെ, ഞാൻ തന്നെ. ചന്തു അദ്ദേഹത്തിന് നേരെ ചെന്നു. നിനക്കെന്ത് വേണം? ഡാഡി ഭയപ്പെടുന്നത് എന്തിനാ? എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ വന്നൂടെ? നീയും ഞങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. കടക്കടാ പുറത്ത്. അയ്യോ, ഡാഡി എന്താ അങ്ങനെ പറയുന്നത്? ചന്തു പുച്ഛഭാവത്തിൽ ചിരിച്ചു. ഞാനിവിടുത്തെ അതിഥിയൊന്നും അല്ലല്ലോ, ഒരംഗമല്ലേ.
നിനക്ക് നാണമില്ലടാ അങ്ങനെ പറയാൻ. ഇല്ല. ചന്തു ചുറ്റും നോക്കി. എനിക്ക് സുധീറിനെ ഒന്ന് കാണണം, വളരെ അത്യാവശ്യമാണ്. എന്താ കാര്യം? ഞാൻ അത് അനുജനോട് നേരിട്ട് പറഞ്ഞോളാം. പിന്നിൽ ഡോർ കർട്ടൻ ഇളക്കി. ചന്തു തലതിരിച്ചു. സെഷൻസ് ജഡ്ജി ആശാ മേനോൻ. ആഹാ, മമ്മി അടുക്കളയിലായിരുന്നു. അവരുടെ കയ്യിൽ ആവി പറക്കുന്ന ചായ ഇരിക്കുന്നത് കണ്ടു. ഞാൻ വന്നെന്നറിഞ്ഞപ്പോൾ തന്നെ ചായ ഉണ്ടാക്കി. അപ്പോൾ മമ്മിക്ക് എന്നോട് സ്നേഹമുണ്ട്. ചന്തു അവർക്കരികിലെത്തി. വിജയദാസിന് കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ചായ ആശാമേനോൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചന്തു ഒരാൾക്ക് ചായ കുടിച്ചു. ആഹാ, നല്ല ചായ. അല്ലെങ്കിലും മമ്മിയുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേകത ഉണ്ട്. പേന എടുത്താൽ പോലും. വീണ്ടും ചായ കുടിച്ചുകൊണ്ട് ചന്തു തുറന്നു. വിധിന്യായം എഴുതുമ്പോൾ പോലും ആ കൈപുണ്യം മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗങ്ങൾ സെൻട്രൽ ജയിലിൽ കഴിച്ചുകൂട്ടാൻ സാധിച്ചത്. ആശാമേനോൻ്റെ മുഖത്ത് കോപം ഇരച്ചു കയറി. ചുണ്ടുകൾ വിറച്ചു, കണ്ണുകൾ കുറുകി. നിനക്കെന്താണ് ഇവിടെ കാര്യം? നല്ല ചോദ്യം. എൻ്റെ വീട്ടിൽ എനിക്കെന്ത് കാര്യമൊന്നോ? ആശാമേനോനൊന്ന് പതറി. എങ്കിലും സമനില കൈവരിച്ചു. നിന്റെ വീടോ? അതെ. എന്താ സംശയം? ഞാൻ പറഞ്ഞ വീടല്ലേ ഇത്? ഭാഗ്യം, വിജയദാസ് ഓർത്തു. വീടും ഇതിനോട് ചേർന്ന വസ്തുക്കളും ഇവൻ്റെ പേരിലാണെന്ന് ഇവനറിയില്ല. എനിക്ക് സുധീറിനെ കാണാം. ചായക്കോപ്പ ടീപ്പയിൽ വെച്ചിട്ട് ചന്തു 2ാം നിലയിലേക്കുള്ള പടികൾ കയറി. ഈ സമയം ഉറക്കമുണർന്ന് താഴേക്കിറങ്ങി വരികയായിരുന്ന ഡോക്ടർ സുധീർ. പിന്നാലെ മെറീനയും ഉണ്ടായിരുന്നു. തൊട്ടു മുന്നിൽ ചന്തുവിനെ കണ്ടപ്പോൾ സുധീർ ഞെട്ടി. കോണിപ്പടികൾക്ക് മുകളിൽ ഇരുവരും മുഖാമുഖം നോക്കി നിന്നു. അനിയ, ചന്തു വിളിച്ചു. സുധീർ മുഖം തിരിച്ചു കളഞ്ഞു. ഞാൻ ചത്തു കാണുമെന്ന് വിചാരിച്ചു കാണും അല്ലേ? സുധീർ അയാളെ തുറച്ചു നോക്കി. മെറീന ഒന്നും മനസ്സിലാകാതെ നിന്നു. ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന കൊലയാളിയെ ഞാൻ കണ്ടു. പക്ഷെ അയാൾക്ക് വേഗത പോരാ. അതുകൊണ്ട് ഇനി ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ മിടുക്കന്മാരെ തന്നെ വേണം. വെറുതെ ലക്ഷങ്ങൾ മുടങ്ങുന്നതല്ലേ? സുധീർ അമ്പരന്നു. ഏലിയാസ് റെഡ്ഡിക്ക് പരാജയം സംഭവിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മെറീനയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. ആശാമേനോനും വിജയദാസും മുഖാമുഖം നോക്കി. സുധീർ ശവം മാതിരി നിൽക്കുകയാണ്. ചന്തു ഓരോരുത്തരെയും ശ്രദ്ധിച്ചു. പിന്നെ 2 അടി കൂടി മുന്നോട്ടെടുത്ത് വെച്ചു. ചേട്ടനോട് ഇനി കളിക്കരുത്. അത് തീക്കളിയാണെന്ന കാര്യം മറക്കണ്ട. പറഞ്ഞതും ചന്ത് കൈവീശി ഒന്ന് കൊടുത്തു. മുഖമടച്ച് അടിയേറ്റ സുധീർ തല ഇറങ്ങി നിലത്ത് വീണു. ചെപ്പുകൾ വഴി താഴേക്കുരുണ്ടു. അധ്യായം 31. യു ബ്ലഡി റാസ്കൽ. അലറിക്കൊണ്ട് SP വിജയദാസ് സിറ്റിയിൽ നിന്നും ചാടി എണീറ്റു. ചന്തു തലയിളക്കി. സുധീറിനെ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ ഡാഡിക്ക് തോന്നിയല്ലോ. അവനെയല്ല, നിന്നെയാണോടാ വിളിച്ചത്? അദ്ദേഹം ചന്തുവിന് നേരെ പാഞ്ഞെത്തി. അവരുടെ മുകളിലാക്കാക്കി ആഞ്ഞടിക്കും. പക്ഷേ SP കൈ ചന്തുവിൻ്റെ മുഷ്ടിക്കുള്ളിലിരുന്ന് ഞെരിഞ്ഞു. എന്തു മോശമാണ് ഡാഡി. ചന്തുവിൻ്റെ സ്വരം ക്രമേണ കടുക്കുകയായിരുന്നു. ഒരിക്കൽ നിങ്ങൾ എന്നെ സെല്ലിനുള്ളിലിട്ട് ഇടിച്ചു നിരപ്പാക്കി. എന്നാൽ ഇനി എൻ്റെ നേരെ കൈയോങ്ങിയാൽ പിന്നീട് നിങ്ങളുണ്ടാവില്ല. അയാൾ കൈവിട്ടിട്ട് രാജാദാസ് പിന്നൊന്നും അനങ്ങിയില്ല. ഈ അവസരത്തിൽ കോണിപ്പടികളുടെ ചവിട്ടിൽ നിന്നും എഴുന്നേൽക്കുകയാണ് സുധീർ. മെറീന 2ാം നിലയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. തൽക്കാലം ഞാൻ പോകുന്നു. ഇനിയൊരവസരത്തിൽ കൂടി ഞാൻ ഇവിടേക്ക് വരേണ്ടി വന്നാൽ പിന്നീട് ആരും നേരെ നടക്കില്ലെന്ന കാര്യം മറക്കണ്ട. അയാൾ തിരികെ ചെന്ന് ജീപ്പിൽ കയറി. അത് പിന്നോട്ടെടുത്തപ്പോൾ 4-5 ഫ്യൂച്ചട്ടികൾ കൂടി താഴെ വീണുടഞ്ഞു. ജീപ്പ് പാഞ്ഞുപോയി. ഡോക്ടർ സുധീറിനും ചാത്തുണ്ണിയുടെ കാറുകൾ ഏതാണ്ട് ഒരു സമയത്ത് തന്നെയാണ് ഹോട്ടൽ 6റിന് മുന്നിലെത്തിയത്. സുധീറായിരുന്നു ചാത്തുണ്ണിയുടെ ഫോൺ ചെയ്ത് വിവരമറിയിച്ചത്. കോപവും അവമാനവും ഒക്കെ ഒന്നിച്ചുണ്ടായി അവർക്ക്. ബാംഗ്ലൂരിൽ നിന്നും വാടകയ്ക്ക് ഒരു കൊലയാളിയെ കൊണ്ടുവന്നിട്ടും ചന്തുവിനെ ഒതുക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ. ഏലിയാസ് റെഡ്ഡിയുടെ വാതിൽ അവർ തട്ടിത്തുറന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. അവർ അകത്തു കയറി. യാതൊരു തരത്തിൽ നമ്മൾ തമ്മിൽ ബന്ധപ്പെടരുതെന്ന് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്, ഫ്രെഡി നീരസത്തോടെ പറഞ്ഞു. ഏൽക്കുന്ന ജോലി ചെയ്തു തീർക്കാതെ പിന്മാറുന്നവനല്ല ഞാൻ. അത് നിങ്ങൾ തന്നെ അഡ്വാൻസുമായി ഞാൻ മുങ്ങിക്കളയെന്ന് കരുതിയോ? ഈ പറഞ്ഞതൊന്നുമല്ല കാരണം. തന്നെ ഞങ്ങളാണ് വരുത്തിയതെന്ന് ചന്തുവിനോട് പറഞ്ഞെന്തിനാണ്? അതാണ് പ്രശ്നം. ഞാൻ തുറന്നു പറയാം. മിസ്റ്റർ ചാത്തുണ്ണി, കളവ് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരാളെ കൊല്ലുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് ചെയ്യും. എന്നിട്ട് ചന്തുവിനോട് തോറ്റുമുടങ്ങിയതോ? ഒരു കയ്യബദ്ധം, സാരമില്ല. അടുത്ത തവണ വിജയം എൻ്റെ കൂടെയായിരിക്കും. ഏറിയാൽ 16 മണിക്കൂർ. നിങ്ങൾക്ക് പോകാം. ജോലി ചേർത്തിട്ട് ഞാൻ നിങ്ങളെ കാണാം. ചാത്തുണ്ണിക്കും സുധീറിനും അവിടെ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നു. ഡോക്ടർ ധർമ്മപ്രസാദിൻ്റെ ഹോസ്പിറ്റലിൽ. അവറാച്ചൻ മുതലാളിയും ചന്തുവും കുമാറും കടന്നു ചെല്ലുമ്പോൾ ലിസി മേരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൊട്ടിച്ചിരിക്കുന്നു. അവരുടെ ഉള്ളം കുളിർത്തു. ലിസി തികച്ചും നോർമലായിരിക്കുന്നു. അവൾ ചന്തുവിനെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ 1000 നക്ഷത്രങ്ങൾ വിടരുന്നത് അവറാച്ചൻ മുതലാളി കണ്ടു. ഒപ്പം അവ്യക്തമായ ഒരു ഭീതി അദ്ദേഹത്തെ വലയം ചെയ്യുകയുണ്ടായി. ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് അവർ എഴുന്നേറ്റത്. ചന്തു പോവുകയാണെന്നറിഞ്ഞപ്പോൾ ലിസിയുടെ മുഖത്തെ വിഷാദം നിറഞ്ഞു. അതും അവറാച്ചൻ മുതലാളി ശ്രദ്ധിച്ചു. പക്ഷെ ചന്തുവിന് മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. രാത്രി കുമാറും ചന്തുവും ഒപ്പം കൂടി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ടെറസിലിരിക്കുകയായിരുന്നു ഇരുവരും.
നിലാവിൻ്റെ വെളിച്ചം എല്ലായിടത്തും പരന്നിരിക്കുന്നു. ഗേറ്റിൽ കാവൽ നിൽക്കുന്ന ഗൂർക്കയെ അവിടെ ഇരുന്നാൽ കാണാം. ചന്തു അണ്ണ, കുമാർ വിളിച്ചപ്പോഴാണ് എന്തോ ചിന്തയിൽ നിന്നും അയാൾ ഞെട്ടിയുണർന്നത്. ഇന്നെനിക്കതറിയണം. എന്ത്? അണ്ണൻ ജയിലിൽ പോകുവാനുണ്ടായ കാരണം? ചന്തുവിനെ നെറ്റിയൊളിഞ്ഞു. ഒരിക്കൽ പറയാമടാ. അതുപോരാ, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് നാളായി അണ്ണൻ എന്നെ കളിപ്പിക്കുന്നു. ഇനിയും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലെന്ന് കരുതിക്കോ. ചന്തു അസ്വസ്ഥനാവുകയാണെന്ന് കുമാറിന് മനസ്സിലായി. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ഒളിച്ചു വെക്കേണ്ടതായി ഒന്നുമില്ല കുമാറെ. ചന്തു ഒരു സിഗരറ്റിനെ കത്തിച്ചു. ഒരിക്കൽ പത്രങ്ങളിൽ വലിയ തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ചിരുന്നു എൻ്റെ ചിത്രങ്ങൾ. ചന്തു കുമാറിനെ തുറച്ചു നോക്കി. തനിക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. വളരെ ചുരുക്കത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇല്ല. ചന്തു എണീറ്റു. ടെറസിലൂടെ 4-5 ചാൽ അങ്ങിങ്ങ് നടന്നു. ഞാനൊരു മനുഷ്യൻ്റെ കൈകാലുകൾ വെട്ടിക്കളഞ്ഞു. അക്കാരണത്തിലാണ് ഞാൻ ജയിലിലായത്. കുമാറിൽ വല്ലാത്തൊരു നടുക്കം. അതെ, അയാളെ കൊല്ലാഞ്ഞത് മനഃപൂർവ്വമാണ്. ആഗ്രഹീനനായി അയാൾ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. കുമാറെ, നിനക്ക് ഊഹിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ അമ്മ, സെഷൻസ് ജഡ്ജ് ആശാമേനോൻ, ഡാഡിയുടെ കൂട്ടുകാരൻ ഡിവൈഎസ്പിയുടെ കൂടെ കിടക്കുന്നു. കുമാർ ശബ്ദിച്ചില്ല. ചന്തുവിൻ്റെ മുഖം വലിഞ്ഞു ഉറങ്ങി. അന്ന് മമ്മി ജഡ്ജിയായിട്ടില്ല, പ്രസിദ്ധ ലോയർ മാത്രം. മമ്മിയെ വെട്ടാൻ എൻ്റെ കൈ വരുന്നില്ല. എൻ്റെ ഡാഡിയെ വഞ്ചിച്ച മമ്മിയുടെ കഥ അറിഞ്ഞിട്ടും ഡാഡിയിൽ യാതൊരു പ്രതികരണവും ഉണ്ടാവില്ല. തനിക്കറിയാമോ കുമാറെ, അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന. എൻ്റെ ഡാഡി എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ഇടിച്ചുടച്ചു. എൻ്റെ മമ്മി എനിക്കെതിരെ കോടതിയിൽ വാദിച്ചു. ഏത് മകനാണോ കോടതിയിൽ വെച്ച് മമ്മിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ വ്യഭിചരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അയാളെ അങ്ങനെ ആക്കിയതെന്ന് പറയാൻ കഴിയുക? ഞാൻ തളർന്നുപോയി. എൻ്റെ മമ്മിയുടെ ഇമേജ് നശിക്കാതിരിക്കാൻ വേണ്ടി ഒറ്റ അക്ഷരം പറഞ്ഞില്ല. ഏതോ മുൻവൈരാഗ്യമാണ് ഡിവൈഎസ്പിയോട് എനിക്കുണ്ടായിരുന്നെന്ന് മമ്മി വരുത്തി തീർത്തു. അങ്ങനെ കഠിന തടവിൽ, സെൻട്രൽ ജയിലിൽ. പോരടോ കുമാറെ. ചന്തു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പിപ്പോയി. സെൻട്രൽ ജയിലിലെ ജീവിതമാണ് എന്നെ മറ്റൊരാളാക്കിയത്. ആരോടും കടപ്പാടുകളും കണക്കുകളും നോക്കി പ്രവർത്തിക്കരുതെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നെ കാണാൻ ആരും ജയിലിൽ വന്നില്ല. ചെറുപ്പം മുതലേ വീട്ടിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടി വന്ന എനിക്ക് അക്കാര്യത്തിലൊന്നും ദുഃഖമില്ലായിരുന്നു. ഡാഡിയും മമ്മിയും സുധീറുമൊക്കെ വെറുപ്പോടുകൂടി മാത്രമായിരുന്നു എന്നെ നോക്കിയത്. അതിലൊന്നും എനിക്ക് പ്രയാസം തോന്നില്ല. ചന്തു നിർത്തിയിട്ട് ഇത്തിരി നേരം മൗനമായി കസേരയിലിരുന്നു. അയാൾ തന്നെ ഇനിയും സംസാരിക്കട്ടെ എന്ന് കരുതി കുമാർ ശബ്ദിച്ചില്ല. പക്ഷേ എന്നെ ഏറെ തളർത്തിയത് ആ വെഡ്ഡിംഗ് കാർഡ് ജയിലിൽ കിട്ടിയപ്പോഴാണ്. എൻ്റെ പെണ്ണിനെ സുധീർ വിവാഹം ചെയ്തു. എൻ്റെ മെറീനയെ. ഞങ്ങളുടെ സ്നേഹം അറിയാത്തവർ ചുരുക്കമായിരുന്നു കുമാറെ. ഇരുമയും ഒരു മനസ്സുമായി അവൾ കൂടെ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ നഷ്ടങ്ങളുടെ ആകത്തുകയായി. എല്ലാം സഹിച്ച് ഞാൻ ജയിലിൽ കഴിഞ്ഞു. അവസാനം അവിടെ നിന്ന് പുറത്തെത്തുമ്പോഴേക്കും എന്നെ ദ്രോഹിക്കാനാണ് അവരുടെ പരിപാടി. ആകുന്നത്ര ഞാൻ ക്ഷമിച്ചു. ഇനി അതിന് ഞാൻ ഒരുക്കമല്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു പ്രതിജ്ഞ പോലെയായിരുന്നു ചന്തുവിൻ്റെ വാക്കുകൾ. ചന്തുവിൻ്റെ കൂടെ എന്തിനും ഞാനും കൂടെ ഉണ്ടായിരിക്കും. കുമാർ പറഞ്ഞു. വേണ്ടടോ, ചന്തുവിന് നഷ്ടമായതൊന്നും മറ്റാർക്കും സംഭവിക്കരുത്. എനിക്കും തനിക്കും നല്ലൊരു ജീവിതമുണ്ട് കുമാരെ. ഞാനത് ചന്തുവണ്ണനെ മറന്ന് ഒരു ജീവിതം എനിക്ക് വേണ്ടെങ്കിലോ? എന്നെ ഞാനാക്കിയത് ചന്തുണ്ണനാണ്. ഈ അവസരത്തിൽ ഗേറ്റിന് പുറത്ത് കാടുകൾക്കിടയിൽ 2 കണ്ണുകൾ അവരുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഏലിയാസ് ഫ്രെഡി. അയാളുടെ തൊട്ടടുത്ത് ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരുന്ന ടെലസ്കോപ്പിക് ഗൺ. അത്രയും അകലെയായത് കാരണം കുമാറിനെയോ ചന്തുവിനെയോ അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ അരമണിക്കൂറോളമായി അയാൾ അങ്ങനെ അവിടെ ഇരിക്കുവാൻ തുടങ്ങിയിട്ട്. നിലാവ് ഒരു കാർമേഘത്തിന് പിന്നിൽ ഒളിച്ചു. ഏതാണ്ട് 4-5 മിനിറ്റുകൾ കഴിഞ്ഞാണ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ഏലിയാസ് നോക്കി. അയാളുടെ നെറ്റി ചുളിഞ്ഞു. ചന്തുവും കുമാറും അപ്പോൾ ടെറസിലുണ്ടായിരുന്നില്ല. 15 മിനിറ്റോളമായി ചാത്തുണ്ണി മുതലാളിയുടെ മകൾ മേരിക്കുട്ടി പാർക്കിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. മയക്കുമരുന്നടിച്ച് ശരിക്കും ഫിറ്റായി കഴിഞ്ഞിരുന്നു അവൾ. ഒരു പുരുഷൻ്റെ കരവലയത്തിൽ ഒതുങ്ങുവാൻ അവളുടെ ശരീരം ത്രസിക്കുകയായിരുന്നു. പാർക്കിന് പുറത്ത് കാർ നിർത്തിയിട്ട് ഒരാൾ ധൃതിയിൽ അവളുടെ അടുത്തെത്തി. ഡോക്ടർ സുധീർ. ഹായ് ഡാർലിംഗ്, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. അവൾ ചാടി എഴുന്നേറ്റ് അയാളുടെ കഴുത്തിൽ കൈചുറ്റി. സോറി മോളെ, ഞാൻ അല്പം ലേറ്റായിപ്പോയി. പോകാം, എനിക്ക് സഹിക്കാൻ വയ്യ. ഓക്കെ. അവർ കാറിനരികിലെത്തി. ഇരുവരും മുൻ സീറ്റിൽ തന്നെ കയറി. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സുധീർ തിരക്ക്. എവിടേക്കാണ് പോകേണ്ടത്? സ്വർഗത്തിലേക്ക്. ഗൂഢമായ ഒരു മന്ദസ്മിതത്തോടെ അയാൾ കാർ വിട്ടു. തൊല്ലകലെ ഒരാൾ ഇത് കണ്ടുകൊണ്ടാണ് നിന്നിരുന്നത്. ഏലിയാസ് ഫ്രെഡി. സ്ത്രീ വിഷയത്തിൽ അതീവ താല്പര്യനാണ് അയാൾ. സമീപത്തിരുന്ന തൻ്റെ പുതിയ ബുള്ളറ്റിൽ അയാൾ കടന്നിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് ആ ബൈക്ക്. കാറിനെ പിന്തുടർന്ന് അയാളും നീങ്ങി. അധ്യായം 32. ഹോട്ടൽ നവരത്നയിലാണ് ഡോക്ടർ സുധീറും മോളിക്കുട്ടിയും എത്തിയത്. സുധീറിൻ്റെ ഒരടുത്ത സുഹൃത്തിൻ്റേതാണ് ആ ഹോട്ടൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും രഹസ്യ കാര്യങ്ങൾക്കൊക്കെ അയാൾ ഉപയോഗിക്കാറുള്ളതും അവിടമാണ്.
റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഇരുവരും ലിഫ്റ്റിൽ 5-ാം നിലയിലെ AC ഡബിൾ റൂമിലെത്തി. അകത്ത് കടന്ന് വാതിലടച്ചപ്പോൾ തന്നെ മോളിക്കുട്ടി സുധീറിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. വളരെ കാലമായി അയാൾ അവളെ ആഗ്രഹിക്കുവാൻ തുടങ്ങിയിട്ട്. അവൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന് വൈകിയാണ് സുധീറും മനസ്സിലാക്കിയത്. പലപ്പോഴും ചാത്തുണ്ണിയുമായി സന്ധിക്കാറുള്ളതിനാൽ ക്രമേണ അവളുമായി എടുക്കുവാനും മയക്കുമരുന്നുകൾ കൊടുക്കുവാനും അയാൾക്ക് സാധിച്ചു. അത് അകത്തു ചെന്നാൽ ഏത് പെണ്ണും വഴിപ്പെടുമെന്ന് തൻ്റെ അനുഭവങ്ങളിലൂടെ സുധീർ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ അവളെ കിടക്കയിലിരുത്തി. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കണ്ടേ മോളി? നോ. അവൾക്ക് മറ്റെന്തിനോ ഉള്ള ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കമോൺ ഡോക്ടർ. അവളുടെ കൈകൾ അയാളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞപ്പോൾ അവൾ സർപ്പത്തെ പോലെ പൊളഞ്ഞു. തൻ്റെ വസ്ത്രത്തിൻ്റെ ഹുക്കുകൾ അവൾ തന്നെയാണ് അഴിച്ചത്. വിവസ്ത്രയാക്കപ്പെട്ട മോളിക്കുട്ടിയുടെ അങ്കലാവണ്യം കണ്ടപ്പോൾ സുധീർ കണ്ണുമിഴിച്ചുപോയി. എന്തൊരു സൗന്ദര്യം! അയാൾക്ക് തൻ്റെ ശരീരം പൊട്ടിത്തകരുമെന്ന് പോലും തോന്നിപ്പോയി. എത്ര നേരം കടന്നുപോയെന്ന് പോലും ഇരുവരും അറിഞ്ഞില്ല. പുറത്ത് പകൽ മാഞ്ഞു. രാത്രി വന്നു. നഗരത്തിലെ നിയോൺ വിളക്കുകൾ തെളിഞ്ഞു. ബാറുകളിൽ തിരക്കേറി. വേശ്യാലയങ്ങൾ ഹൗസ്ഫുള്ള്. മോളിക്കുട്ടിയുടെ ആവേശം കെട്ടടങ്ങിയിരുന്നില്ല. സുധീർ തീർത്തും തളർന്നുപോയി. AC-യുടെ കുളിർമയിൽ നിറഞ്ഞ നഗ്നതയിൽ ഇരുവരും നിശ്ചലരായി കിടക്കെ ഡോർബെൽ ശബ്ദിച്ചു. സുധീറിൻ്റെ നെറ്റി ചുളിഞ്ഞു. തൻ്റെ അനുവാദം കൂടാതെ ഈ മുറിയുടെ ഭാഗത്തേക്ക് പോലും ആരും കടന്നു വരാറില്ലല്ലോ എന്നയാൾ ഓർത്തു. വാതിലിൻ്റെ ഹാൻഡിൽ തിരിയുന്നു. മോളിക്കുട്ടിയുടെ ആവേശത്തിനിടയിൽ അതിൽ ബോൾട്ട് ചെയ്യാൻ മറന്നുപോയത് സുധീറിൽ നടുക്കമുണ്ടാക്കി. അയാൾ കിടക്കയിൽ നിന്നും ചാടി നേറ്റപ്പോഴേക്കും ഒരാൾ ആ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു വരുന്നു. ഡോക്ടർ സുധീർ ആളിനെ കണ്ടു. അതോടെ അയാളുടെ സിരകളിൽ ഒരു വിറയലുണ്ടായി. ഏലിയാസ് ഫ്രെഡി, ശീതരക്തമുള്ള കൊലയാളി. നിർവികാരമുള്ള കണ്ണുകളിൽ ഒരു പ്രത്യേക ഭാവം. വല്ലാത്തൊരു ഭാവത്തിൽ അയാൾ ചിരിച്ചു. ഡോക്ടർ പോകാറായി കാണുമെന്ന് അറിയാം. സാരമില്ല, ഇന്നിനി ഈ മുറിയിൽ ഞാൻ കഴിഞ്ഞോളാം. ഏലിയാസ്, അത് ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി. അയാൾ കിടക്കയിലേക്ക് നോക്കി. പരിപൂർണ നഗ്നയായി കിടക്കുന്ന മോളിക്കുട്ടിക്ക് യാതൊരു ഭാവമാറ്റമില്ല. താൻ അനുസരിച്ചില്ലെങ്കിൽ ഈ കൊലയാളി തന്നെ കൊല്ലുമെന്ന് പോലും സുധീർ ഭയന്നു. അതുകൊണ്ട് തന്നെ അയാൾ യാത്രയ്ക്ക് തയ്യാറായി. ഫ്രെഡി വീണ്ടും ചിരിച്ചു. ഡോക്ടർ വീട്ടിലേക്ക് പോകാൻ ഭാവിക്കുകയാണോ? അതെ. വേണ്ട. തൊട്ടപ്പുറത്ത് AC സൂട്ട് ഞാൻ ബുക്ക് ചെയ്തതാണ്. താക്കൾ നേരം പുലരുന്നവരെ അവിടെ ഉണ്ടായിരിക്കണം. അതുവരെ ഈ ഡോക്ടറുടെ പേരിൽ തന്നെ റൂമിരിക്കട്ടെ. മറ്റാർക്കും സംശയം തോന്നരുതല്ലോ. എലീസ്, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ നാളെ തീർത്താൽ മതി. ഇന്നിനി രാത്രിയിൽ ഒന്നും ചെയ്യുവാനുള്ള ആരോഗ്യം നിങ്ങൾക്കില്ല. താൻ ശരിക്കും ഒരു വെട്ടിലാണെന്ന് സുധീറിന് ഉറപ്പായി. അയാൾ വാതിക്കലേക്ക് നടക്കുമ്പോൾ ഏലിയാസ് ഓർമ്മിപ്പിച്ചു. അരുതാത്തതൊന്നും മനസ്സിൽ ഓർക്കുകയോ കുരുത്തക്കാടുകൾ വല്ലതും കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്തേക്കരുത്. അങ്ങനെ വന്നാൽ ഏലിയാസിൻ്റെ സ്വഭാവം ഡോക്ടർ ശരിക്കറിയും. തന്നെത്താൻ ശപിച്ചുകൊണ്ട് സുധീർ ഏലിയാസ് ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയി. ഏലിയാസ് ആകട്ടെ വാതിൽ ബോൾട്ട് ചെയ്തിട്ട് വല്ലാത്തൊരാവശ്യത്തോടെ കിടക്കയിലേക്ക് നീങ്ങി. സന്ധ്യ ആയപ്പോൾ മുതൽ ചാത്തുണ്ണി മുതലാളിയുടെ വീട്ടിൽ മോളിക്കുട്ടിയെ തിരക്കുകയാണ്. കോളേജിൽ പോയ പെണ്ണ് ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. റോബിനും റെന്നിയും പട്ടണത്തിലേക്ക് പോയിരിക്കുകയാണ്. പതിവ് പോലെ മോളിക്കുട്ടിയെ കൊണ്ടുവരാൻ ചാത്തുണ്ണിയുടെ ഡ്രൈവർ കാറുമായി ഗേറ്റിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മോളിക്കുട്ടിയുടെ ഒരു കൂട്ടുകാരിയാണ് അവൾ ഉച്ചയ്ക്ക് മുമ്പ് കോളേജിൽ നിന്നും പോയി എന്ന വിവരം ഡ്രൈവറോട് പറഞ്ഞത്. വല്ല സിനിമയ്ക്കും പോയതാകുമെന്നാണ് ഏവരും കരുതിയത്. രാത്രി വളരുകയാണ്. 10 മണിയോടുകൂടി റോബിനും റെന്നിയും തിരികെ എത്തി. അവളെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയുവാൻ കഴിഞ്ഞില്ല. ചാത്തുണ്ണിക്ക് എന്തെന്നില്ലാത്തൊരു വെപ്രാളം. അയാൾ SP വിജയദാസിന് ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു. ഉടനെ അന്വേഷിക്കാമെന്ന് വിജയദാസ് ഏറ്റു. രാത്രിയിൽ പോലീസ് വാഹനങ്ങൾ എരമ്പിപ്പാഞ്ഞു. പ്രഭാതം. ഡോർബെൽ ശബ്ദിച്ചപ്പോഴാണ് ഡോക്ടർ സുധീർ ഉണർന്നത്. എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അയാൾക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ഏലിയാസ്, മോളിക്കുട്ടിയുടെ അടുത്താണല്ലോ എന്ന കാര്യം പെട്ടെന്ന് ഓർമ്മയിലെത്തി. വേഗം ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ചിരിച്ചുകൊണ്ട് ഏലിയാസ് ഫ്രെഡി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇനി എൻ്റെ റൂം എനിക്ക് വിട്ടു തന്നേക്കൂ. സുധീർ പുറത്തിറങ്ങിയപ്പോൾ ഏലിയാസ് അകത്ത് കയറി. ചില സെക്കൻഡുക്കുള്ളിൽ റൂം ബോയ് എത്തി. ഏലിയാസ് ഒരു 100 രൂപ അവന് കൊടുത്തിട്ട് റൂം ഉപേക്ഷിച്ചു പോയി. വല്ലാത്തൊരു മാനസികാവസ്ഥയോടാണ് ഡോക്ടർ വാതിൽ തുറന്നത്. ഇപ്പോൾ മോളിക്കുട്ടിയുടെ ലഹരി തീർത്തും ഇല്ലാതായി കാണും. ഏത് രൂപത്തിലായിരിക്കും അവരുടെ പ്രതികരണമെന്ന് വിചാരിക്കാൻ വയ്യ. അകത്ത് മൂടി പൊതിച്ച് കിടക്കുകയാണ് മോളിക്കുട്ടി. അയാൾ അടുത്തെത്തിയതും അവൾ അറിഞ്ഞിരുന്നില്ല. മോളിക്കുട്ടി. കിടക്കയിൽ ഇരുന്നിട്ട് അയാൾ അവളെ കുലുക്കി വിളിച്ചു. അവൾ കനക്കമില്ല. സുധീറിൻ്റെ നെറ്റി ചുളിഞ്ഞു. മുഖത്ത് കരുവാളിപ്പ്. അവളുടെ ശരീരത്തിൽ വല്ലാത്ത തണുപ്പ്. ആ നടക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഡോക്ടർക്ക് നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. മോളിക്കുട്ടി മരിച്ചു. തൻ്റെ ശിരസിന് നേരെ ഒരു ഉൽക്ക പാഞ്ഞു വരുന്നത് പോലെ ഡോക്ടർക്ക് തോന്നി. താൻ വല്ലാത്തൊരു കുടുക്കിലായി. ദൈവമേ! ഈ നിമിഷം മോളിക്കുട്ടിയെ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘം റിസപ്ഷൻ കൗണ്ടറിൽ എത്തിയിരുന്നു. രാത്രിയിലെ അന്വേഷണം വിഫലമായതിൽ അതിരാവിലെ തന്നെ ഇറങ്ങിത്തിരിച്ചതാണ് CI സത്യരാജൻ സംഘം. സത്യം പറയുന്നതാണ് നല്ലതെന്ന് റിസപ്ഷനിസ്റ്റിന് തോന്നി.
പോലീസ് ഹോട്ടൽ റെഡി ചെയ്ത് പെൺകുട്ടിയെ കണ്ടുപിടിച്ചാൽ ആകെ കുഴപ്പമാകും. എവിടെ വന്നു സാർ? എപ്പോൾ? ഇന്നലെ പകൽ. എന്നിട്ടെവിടെ? റൂമിലാണ് സാർ. ഇനി രാത്രിയിൽ പോയോ എന്നറിയില്ല. രാവിലെ 7 മണിക്കാണ് ഞാൻ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചത്. കൂടെ മറ്റാരാണുള്ളത്? ഡോക്ടർ സുധീർ. മൈ ഗോഡ്! സത്യരാജ് അമ്പരന്നു. എന്ത് ചെയ്യണമെന്ന് അയാൾക്കൊരു രൂപവുമില്ല. SP സാറാണ് പെൺകുട്ടിയെ എത്രയും വേഗത്തിൽ കണ്ടുപിടിക്കണമെന്ന് ഉത്തരവിട്ടത്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ അവളുമായി. പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചാത്തുണ്ണിയും മകളെയും വഞ്ചിക്കുവാനും അവർക്ക് വയ്യ. ഇത്രയിടം വന്നിട്ട് മോളിക്കുട്ടിയെ കാണാതെ പോകാനും പറ്റില്ല. സത്യരാജ് ചില നിമിഷങ്ങളോളം ചിന്തിച്ചിരുന്നു. പിന്നെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ച് പോലീസുകാരെയും കൂട്ടി ലിഫ്റ്റിൽ കയറി. സുധീറിൻ്റെ റൂം. അയാൾ ഓടി ഏലിയാസിൻ്റെ റൂമിലെത്തുമ്പോൾ റൂം പോയി അത് പൂട്ടുന്നതാണ് കണ്ടത്. ഇതിൽ താമസിച്ചാൽ പോയി സാറേ. എന്താ കാര്യം? ഒന്നുമില്ല. തലക്കടിയേറ്റതുപോലെ അയാൾ പറഞ്ഞു. തിരികെ വീണ്ടും തൻ്റെ റൂമിലെത്തി. സുധീർ തണുപ്പുള്ള പ്രഭാതത്തിൽ വിയർത്തു കുളിച്ചതുപോലെ. ഈ ശവശരീരം എന്തു ചെയ്യും? പുറത്തിറങ്ങാൻ അതേക്കുറിച്ച് ചിന്തിക്കാൻ കൂടി അയാൾക്ക് കഴിഞ്ഞില്ല. ഡോർബെൽ ശബ്ദിച്ചു. വെടിയച്ച കേട്ടതുപോലെ അയാൾ നടുങ്ങി. വീണ്ടും ശബ്ദിച്ചു. സുധീർ സാവധാനം തുറന്നു. പോലീസ്! തൻ്റെ മേലേക്ക് ഒരു തീമല ഇടിഞ്ഞു വീഴുന്നതുപോലെ സുധീറിനെ അറിഞ്ഞു. സത്യരാജ്. യെസ്. അയാൾ അകത്തേക്ക് കടന്നു. മോളിക്കുട്ടിയെ തിരക്കിയാണ് ഞങ്ങൾ വന്നത്. സുധീർ വീണ്ടും വെട്ടി. കിടക്കിൽ സുഖസുപ്തിയിൽ കിടക്കുന്ന അവളെ കണ്ടപ്പോൾ സത്യരാജ് കോപം കടിച്ചൊതുക്കി. കഴിവരുടെ മോൾ ഇവിടെ കടന്ന് സുഖിക്കുകയായിരുന്നു. പാവം പോലീസുകാർ. രാത്രി മുഴുവൻ ഇവളെ തിരിഞ്ഞ് നഗരം മുഴുവൻ അലഞ്ഞു നടന്നു. അവളെ വിളിക്ക്. സുധീർ ചലിച്ചില്ല. ഡോക്ടർ! അവളെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം. അപ്പോഴും സുധീർ നിശ്ചലം. അവസാനം സത്യരാജ് തന്നെ കേൾക്കൊണ്ട് അവളെ തട്ടി വിളിച്ചു. എണീക്ക്! സത്യരാജിൻ്റെ നെറ്റി ചുളിഞ്ഞു. വീണ്ടും വിളിച്ചു. അനക്കമില്ല. മൂക്കിന് മുകളിൽ സംശയത്തോടെ കൈവച്ചു പോയി. ജീസസ്! സത്യരാജ് ഞെട്ടിത്തിരിഞ്ഞ് സുധീറിനെ നോക്കി. വിളറി വെളുത്ത മുഖം നിശ്ചലം. യു ആർ അണ്ടർ അറസ്റ്റ്. പരസ്പരം മറന്ന് CI സത്യരാജ് അലറി വിളിച്ചു. അധ്യായം 33. ചാത്തുണ്ണി മുതലാളിയുടെ വീട്ടിലും സെഷൻസ് ജഡ്ജി ആശാമേനോന്റെ വസതിയിലും ഏതാണ്ട് ഒരേ നേരത്തെ തന്നെയാണ് ഫോൺ ശബ്ദ സന്ദേശം എത്തിയത്. മോളിക്കുട്ടി മരിച്ചു. ഘാതകൻ ഡോക്ടർ സുധീറിനെ അറസ്റ്റ് ചെയ്തു. ചാത്തുണ്ണി നെഞ്ചിൽ കൈ അമർത്തിക്കൊണ്ട് പിന്നോട്ട് മറിഞ്ഞു. പിന്നീട് ചലിച്ചില്ല. ആശാമേനോൻ നിലവിളിച്ചു പോയി. വാർത്ത നാട് മുഴുവൻ പടരുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. SP വിജയദാസ് കുനിഞ്ഞ ശിരസോടെയാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞു കിട്ടിയ മോളിക്കുട്ടിയുടെ മൃതദേഹം ചാത്തുണ്ണി മുതലാളിയുടെ മൃതദേഹങ്ങളും പള്ളിപ്പറമ്പിൽ അടുത്തടുത്തായാണ് അടക്കം ചെയ്തത്. ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്താലെന്തെന്ന് ചന്തു വിചാരിച്ചതാണ്. പക്ഷേ കുമാർ സമ്മതിച്ചില്ല. ഒന്നും തുറന്നു പറയുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഡോക്ടർ സുധീർ. കാരണം ഏലിയാസ് റെഡ്ഡിയാണ് കൊല നടത്തിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ മറ്റു പലതും തുറന്നു പറയേണ്ടി വരും. അതൊക്കെ കൂടുതൽ കുഴപ്പങ്ങൾക്ക് വഴിതെളിക്കുകയുള്ളൂ. തൻ്റെ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലായിട്ടും ഡോക്ടർ മെറീനയ്ക്ക് പ്രത്യേക വികാരങ്ങളൊന്നും തോന്നിയില്ല. അയാൾ ഇത് അർഹിക്കുന്നു എന്ന ഭാവമായിരുന്നു അവൾക്ക്. പത്രത്തിൽ അടിക്കടി വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. സെഷൻസ് ജഡ്ജി ആശാമേനോനും SP വിജയദാസിനും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ജനം അവരെ കൂകി വിളിക്കുന്നു. ഒരാഴ്ചത്തെ ലീവ് എടുത്താലെന്തെന്ന് ചിന്തിക്കുകയാണ് ഞാൻ, ആശാമേനോൻ വിജയദാസിനോട് പറഞ്ഞു. എൻ്റെ വിചാരം അതുതന്നെയാണ്. വിജയദാസ് പിന്താങ്ങി. പക്ഷെ സുധീറിനെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ നീ ലീവ് എടുത്താൽ പറ്റില്ല. ചാത്തുണ്ണിയുടെ മക്കൾ ഏതു രൂപത്തിലും നമ്മളോട് പെരുമാറും എന്നുള്ള ഭയമാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാണ്. വേണ്ടി വന്നാൽ അവന്മാരെയും ഞാൻ അകത്താക്കും. അവറാച്ചൻ മുതലാളി മകളെ കാണുവാൻ ഹോസ്പിറ്റലിലെത്തി. ഡാഡി, എനിക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. ലിസി സന്തോഷത്തോടെ അറിയിച്ചു. നേരാണോ മേരി? അവറാച്ചൻ ഭാര്യയെ നോക്കി. അതേ എന്ന അർത്ഥത്തിൽ അവർ തലയനക്കി. ചന്തുവേട്ടൻ വന്നില്ലേ മോളെ? വന്നില്ലേ? ഇല്ല മോളെ. അവറാച്ചൻ മുഖം വിളറി. വീട്ടിലോട്ട് ചെല്ലട്ടെ? ഞാൻ മിണ്ടത്തില്ല. ലിസിക്ക് പരിഭവം. ഒന്നിങ്ങോട്ട് വന്നേ. മേരി ഭർത്താവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് എപ്പോഴും ചന്തുവിൻ്റെ കാര്യം പറയാനേ ഉള്ളൂ. നമുക്ക് അതങ്ങ് നടത്തി കൊടുത്താലോ? അവനാണല്ലോ നമ്മുടെ ഈ മാറ്റത്തിന് കാരണക്കാരൻ. മുതലാളി ഒന്നും പറയാതെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ച് പിടഞ്ഞുകൊണ്ടിരുന്നു. രാത്രി അവറാച്ചൻ മുതലാളിയും ചന്തും ബംഗ്ലാവിൻ്റെ മുറ്റത്തെ പുൽത്തകടിയിൽ 2 കസേരയിൽ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. കൂട്ടത്തിൽ ലിസിയെ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യുന്നതും സംഭാഷണ വിഷയമായി. പകുതി ഡോക്ടറുടെ കഴിവും ബാക്കി ദൈവത്തിൻ്റെ ശക്തിയുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ചന്തു പറഞ്ഞു. മുതലാളിയുടെ ചിന്ത മറ്റെന്തോ ആയിരുന്നു. ഈ അവസരത്തിൽ ബംഗ്ലാവിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു ടെലസ്കോപ്പിക് ഗണ്ണിൻ്റെ ലോഹക്കുഴൽ അവർ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു. ഏലിയാസ് റെഡ്ഡി. ഇത്തവണ ഒരു മരത്തിന് മുകളിലായിരുന്നു അയാൾ. ചന്തുവിൻ്റെ ശിരസ് ലാൻസിലെ പ്ലസ് പോയിന്റിൽ 1-2 തവണ അയാൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് ചന്തുവിനോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. അവറാച്ചൻ മുതലാളി മുഖപൂരിയിട്ടു. ചന്തുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അദ്ദേഹം പറയുവാൻ പോകുന്ന അത്ര സീരിയസ് ആയ എന്തോ കാര്യമാണെന്ന് തീർച്ച. അല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞെങ്കിൽ പിന്നീട് ഞാൻ ദുഃഖിക്കേണ്ടി വരും. ഏലിയാസ് തോക്ക് ചൂണ്ടുന്നത് ചന്തുവിൻ്റെ പിൻഭാഗത്താണ്. ശിരസിന് പിന്നിലെ ബുള്ളറ്റ് തീർക്കൂ. അത് മതി. തലയോട് ചിതറുമെന്ന് അയാൾക്കറിയാം. നേരെ ഓപ്പോസിറ്റിലാണ് അവറാച്ചൻ ഇരിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ മുൻഭാഗം ഏലിയാസിന് കാണാം. ഒരിക്കൽ കൂടി ഏലിയാസ് ലക്ഷ്യം നോക്കി. അപ്പോൾ സമയം 8:29:57. ഏലിയാസ് ട്രിഗർ അമർത്തുന്നതിന് ഒരു സെക്കൻഡ് മുൻപ് കരണ്ട് പോയി. പവർ കട്ട്. എങ്കിലും തോക്കിൻ്റെ ലക്ഷ്യം മാറിയില്ല. അയാൾ ട്രിഗർ അമർത്തി. ആ ഇരുളിൽ അത്യുഗ്രമായ ഒരു അലർച്ച വരുന്നു. സംതൃപ്തിയോടെ ഏലിയാസ് മരത്തിൽ നിന്നും ഇറങ്ങി. ഗേറ്റിൽ നിന്നിരുന്ന കൂർക്ക ടോർച്ച് തെളിച്ചുകൊണ്ട് അലർച്ച കെട്ടിടത്തേക്ക് ഓടി വന്നു. എന്നാൽ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല സംഭവിച്ചത്. കരണ്ട് പോവുകയായിരുന്നു. നാശം എന്ന് പറഞ്ഞ് ചന്തു അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. എമർജൻസി ലാമ്പ് എടുക്കുകയായിരുന്നു. 2 അടി പോലും നീങ്ങുന്നതിന് മുമ്പായിരുന്നു അമറാച്ചൻ മുതലാളിയുടെ അലർച്ച. ഓടി വന്ന കൂർക്ക ടോർച്ച് തെളിച്ചു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. രക്തത്തിൽ കളിച്ചു കിടന്ന അമറാച്ചൻ മുതലാളി. ചന്തുവും കൂർക്കയും ഞെട്ടിപ്പോയി. ചന്തു മുതലാളിയെ താങ്ങിയെടുത്തു. പിടയുകയാണ് അദ്ദേഹം. വേഗത്തിൽ ഇരുവരും ചേർന്ന് അദ്ദേഹത്തെ കാറിൽ കയറ്റി. അപ്പോഴേക്കും ബംഗ്ലാവിലെ ജോലിക്കാർ ഓടി വന്നു. കാർ ശരം പോലെ പാഞ്ഞുപോയി. ഹോസ്പിറ്റൽ. അവറാച്ചൻ മുതലാളിയും ചന്തുവിനെയും പരിചയമുള്ള ഡോക്ടർമാർ. ധൃതിയിൽ മുതലാളിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. ഹൃദയത്തിന് തൊട്ടടുത്താണ് വെടിയേറ്റിരിക്കുന്നത്. ബ്ലഡ് വേണം. ഭാഗ്യത്തിന് ബ്ലഡ് ബാങ്കിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും നാളെ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റുകൾ എന്തു തന്നെയായാലും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം.